ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിശ അക്കാഡമി. SSC GD യോധ വീക്ക്ലി സീരീസിൻ്റെ 7ാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി അല്ലേ, അതിലെ ഏതൊക്കെ പോർഷൻസ് നമ്മൾ പഠിക്കണമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി ആ ഒരു ഭാഗത്തിൽ നിന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി എടുത്തു പഠിക്കാനുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആ ഒരു സെഷൻ, അത് നമ്മളിപ്പം ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ ഇൻഡസ് വാലി സിവിലൈസേഷനും അത് കഴിഞ്ഞുള്ള ബുദ്ധിസം ജൈനിസം ഭാഗമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ എർത്തിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ലെയർ, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു ഭാഗം, ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ ഫിസിയോഗ്രാഫി എന്നൊരു ഭാഗം അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തിൽ നിന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി എടുത്തു പഠിക്കേണ്ടത്, അതാണ് ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു ലൈവ് സെഷൻ കേട്ടോ, ഈ ഒരു ഭാഗത്തിൽ നിന്നും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു ലൈവ് സെഷൻ നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഈ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന പാർട്ട് ഞാൻ പറഞ്ഞു തരാം. ഹിസ്റ്ററി പാർട്ട് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, GD എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഏത്, ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഹിസ്റ്ററിയിൽ തന്നെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഉണ്ട്, മിഡീവൽ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി ഉണ്ട്. വലിയൊരു സബ്ജക്റ്റാണ് ശരിക്കും എന്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിലെ നമ്മൾ 2 ചാപ്റ്ററാണ് ഈ വീക്കിൽ പഠിക്കാൻ തന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലേ, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ അല്ലേ. ഈ ഒരു സെഷനെ പറ്റി നിങ്ങൾ പഠിക്കുകയാകുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റുകളെ പറ്റിയാണ് കേട്ടോ. ഈ ഒരു ഇൻഡസ് വാലിയിൽ നിന്നും കിട്ടിയ പ്രധാനപ്പെട്ട സൈറ്റുകളെ പറ്റിയാണ് എന്തിൽ കൂടെ പഠിക്കേണ്ടത്, ഈ ഒരു ഇമ്പോർട്ടൻറ്റ്. കാരണം അതിൽ ഒരുപാട് സൈറ്റുകൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ കണ്ടു അല്ലേ. അതായത് ഗുജറാത്തിൽ ലോത്തൽ, ഡോളാവീര, സുർക്കോത്താഡ, അതുപോലെ തന്നെ രാജസ്ഥാനിൽ കാലിബംഗാൻ എന്ന് പറയുമ്പോൾ ഈ പർട്ടിക്കുലർ ഇന്ത്യൻ സ്റ്റേറ്റിൽ വരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റുകൾ ഏതെന്ന് എക്സാമിന് എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കാലിബംഗാൻ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആ ഒരു പാറ്റേൺ ചോദ്യം എവിടെ നിന്ന് ചോദിക്കും? ഈ ഒരു ഇൻഡസ് വാലിയിലെ സൈറ്റുകളിൽ നിന്നും ചോദിക്കും. സോ ഇൻഡസ് വാലിയിലെ സൈറ്റുകൾ വളരെ കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ദെൻ ഈ സൈറ്റുകൾ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു സൈറ്റുകളിൽ നിന്നും എന്തൊക്കെ എവിഡൻസ് ആണ് നമുക്ക് ലഭിച്ചത് അല്ലെ. ഇപ്പോൾ പല സൈറ്റുകളിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഹൻജദാരോയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത് ഏത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സൈറ്റിൽ നിന്നുമാണ്? ഏതാടാ? അത് പ്രീവിയസ് ഒരു ചോദ്യമാണ്. ഏത് സൈറ്റാ? മോഹൻജദാരോ അല്ലേ. മോഹൻജദാരോയിൽ നിന്നാണ് എന്ത് കണ്ടെത്തിയത്? ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന അത് കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സൈറ്റുകളിലും എന്തൊക്കെ, സിഡഡൽ ഇല്ലാത്ത ഒരു സൈറ്റ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സിഡഡൽ അല്ലേ? ഇൻഡസ് വാലിയിലെ ടൗണുകളെ അപ്പർ ലോവർ എന്ന് പറയുന്ന 2 ഭാഗങ്ങളായി വേർതിരിക്കുന്ന വലിയൊരു കോട്ടമതിൽ. ആ കോട്ടമതിൽ വിളിക്കുന്ന പേരാന്ത്? സിഡാഡൽ. ആ സിഡാഡൽ ഇല്ലാത്ത ഒരേ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സൈറ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ചൻഹുദാരോ അല്ലേ. അപ്പോൾ ആ സൈറ്റിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈറ്റുകൾക്കാണ് കേട്ടോ. പോർട്ട് സിറ്റി, സിറ്റി ആയിരുന്നു പോർട്ട് സിറ്റി, പ്രീവിയസ് ഒരു ചോദ്യമാണ്. പോർട്ട് സിറ്റി, ഇൻഡസ് വാലിയുടെ പോർട്ട് ലോത്തൽ. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കേണ്ടത് ആർക്ക് തന്നെയാണ്? ഇൻഡസ് വാലിയിലെ സൈറ്റുകൾ. സോ സൈറ്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചിരിക്കുക കേട്ടോ. ആ സൈറ്റിന് എന്ത് പ്രത്യേകത, ദെൻ ആ സൈറ്റിലെ എന്തൊക്കെ എവിഡൻസ് ആണ് നമുക്ക് കണ്ടെത്തിയത് അല്ലേ. ദെൻ ഈ ഇൻഡസ് വാലിയിൽ തന്നെ കുറച്ച് റിവേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. കാരണം ഇൻഡസ് നദിയുണ്ട്, ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ഉണ്ട്, ആ ട്രിബ്യൂട്ടറീസിൻ്റെ കരകളിലുള്ള സൈറ്റുകളുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വരിക. നമുക്ക് ലൈവ് സെഷനിൽ അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി എന്തിൽ നോക്കേണ്ടത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. മെയിൻലി എന്താണ്? സൈറ്റുകളാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ നമ്മുടെ ചാപ്റ്റർ ആയിരുന്നു ബുദ്ധിസം ജൈനിസം അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മതവിഭാഗമാണ് ആര്? ബുദ്ധമതവും ജൈനമതവും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ബുദ്ധിസം ജൈനിസം ഭാഗത്തിൽ
ഈ ബുദ്ധിസത്തെ പറ്റി പഠിക്കുമ്പോൾ ആരെ പറ്റി നമ്മൾ പഠിക്കുന്നത്? ബുദ്ധനെ പറ്റിയാണല്ലേ. നമ്മുടെ ബുദ്ധനെ പറ്റിയാണ് എന്തിൽ പഠിക്കുന്നത്? ബുദ്ധിസത്തിൽ. സോ ബുദ്ധൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്ലേസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ബുദ്ധൻ ജനിച്ചത്, ബുദ്ധൻ്റെ ജന്മസ്ഥലം, പ്രീവിയസ് ചോദ്യമാണ്, എവിടെയാണ് ബുദ്ധൻ്റെ ബർത്ത് പ്ലേസ്? ലുംബിനി അല്ലേ, നേപ്പാളിലെ ലുംബിനിയിലാണ് ബുദ്ധൻ ജനിച്ചത്. ദെൻ ബോധ്ഗയ, ബുദ്ധൻ എന്ത് ലഭിച്ചത്? എൻലൈറ്റ്മെൻറ്റ് അല്ലേ, ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് ലഭിച്ച സ്ഥലം എവിടെയാണ്? ബോധ്ഗയ. ദെൻ ഫസ്റ്റ് സെർമൺ, ഫസ്റ്റ് സ്പീച്ച് നടത്തിയത് സാരാനാഥ് അല്ലേ. സോ ബുദ്ധൻ്റെ ജീവിതത്തിലെ സ്ഥലങ്ങൾക്ക് എന്ത് കൊടുക്കണം? ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക കേട്ടോ. അതായത് ബുദ്ധൻ ജനിച്ചത് എവിടെ, ഫസ്റ്റ് സെർമൺ, എവിടെയാണ് എൻലൈറ്റ്മെൻറ്റ്, സോ അത് പഠിച്ചെടുക്കുക. അതുപോലെ ബുദ്ധൻ്റെ പ്ലേസ് പഠിക്കുന്ന പോലെയാണ് ജൈനസത്തിൽ മഹാവീരൻ്റെ പഠിക്കാൻ അല്ലേ. ആരായിരുന്നു മഹാവീരൻ? നമ്മുടെ മഹാവീരൻ എന്ന് പറയുന്നത് നമ്മുടെ ജൈന മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലേ. ജൈന മതത്തിലെ ബുദ്ധനെ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ് ആര്? മഹാവീരൻ അല്ലേ. അപ്പം ബുദ്ധിസം പോലെ തന്നെ ജൈനസത്തിൽ ആരാണ്? മഹാവീരനാണല്ലേ. സോ മഹാവീരൻ്റെ ജീവിതത്തിലെ സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. മഹാവീരൻ ജനിച്ച സ്ഥലം, അതുപോലെ തന്നെ മഹാവീരന് ലഭിച്ച എൻലൈറ്റ്മെൻറ്റ് അല്ലേ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. പിന്നെ ഈ ബുദ്ധമതം ജൈനമതത്തെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഹോളി ബുക്സുകൾ അല്ലെ, ത്രിപീഡിക, ബുദ്ധിസത്തിന് എന്താണ്? ബുദ്ധമതക്കാരുടെ പുണ്യഗ്രന്ഥം അല്ലെ, ഖുറാനും ബൈബിളൊക്കെ പോലെ ബുദ്ധമതക്കാരുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ത്രിപീഡിക. ജൈനമതക്കാരുടെ എന്താണ്? അംഗംസ് അല്ലേ. സോ അതൊന്ന് പഠിക്കണം കേട്ടോ, ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ആ രണ്ട് ഇമ്പോർട്ടൻസ് കേട്ടോ. ദെൻ ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബുദ്ധമത സമ്മേളനവും ജൈനമത സമ്മേളനവും നടന്ന വർഷം ഇവിടെയൊക്കെയാണ് കേട്ടോ. ബുദ്ധമത സമ്മേളനവും ജൈനമത സമ്മേളനമൊക്കെ നടന്ന പ്രദേശങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ബുദ്ധിസം ജൈനിസം എന്ന് പറഞ്ഞ ഭാഗത്ത്. പിന്നെ ബുദ്ധമതത്തിൽ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ അല്ലേ, സാഞ്ചി സ്തൂപം, ദമേക്ക് സ്തൂപ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മോണമെൻറ്റ്സ് അല്ലേ, ബുദ്ധമതവുമായി ബന്ധപ്പെട്ട കുറച്ച് മോണമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതിൽ കുറച്ചൊക്കെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് അല്ലേ. സോ അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഡീറ്റെയിലായിട്ട് പഠിക്കുക. നളന്തയെ പറ്റി ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നളന്ത കെട്ടിയതാര്, എവിടെ ഇരിക്കുന്നു, അതൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്. സോ ആ ഒരു പ്രദേശം എന്ത് ചെയ്യുക? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡസ് വാലിയിൽ നിന്നും ബുദ്ധിസം ജൈനിസത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇൻഡസ് വാലിയാണ് സൈറ്റ് കൃത്യമായി പഠിച്ചിട്ട് വരിക. ദെൻ ബുദ്ധിസം ജൈനിസമാണ് ബുദ്ധൻ്റെ ലൈഫ്, ദെൻ മഹാവീരൻ്റെ ലൈഫിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്ലേസുകൾ അത് കൃത്യമായി പഠിക്കുക. ദെൻ അത് കഴിഞ്ഞ് പറഞ്ഞ സംഭവം എന്താണ്? ഈ രണ്ട് മതവിഭാഗത്തിലെയും ഇമ്പോർട്ടൻസ് അല്ലേ, പുണ്യഗ്രന്ഥങ്ങൾ, ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ സ്തൂപങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുക? നോക്കിയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്ത ലൈവ് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ജോഗ്രഫിയുമായി എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജോഗ്രഫിയുമായി നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് തന്നത്? ഒന്ന് എർത്തിൻ്റെ സ്ട്രക്ചർ ആണല്ലേ. ഒന്നാരാണ് എർത്തിൻ്റെ സ്ട്രക്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ടോപ്പിക്കാണ് ഇത്, എർത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എർത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ താഴോട്ടല്ലേ, ഏതൊക്കെ? നമ്മുടെ ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ അല്ലേ. സോ ഈ ഒരു മൂന്ന് ഭാഗത്തെയും പറ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വരിക കേട്ടോ. ക്രസ്റ്റിന് എത്ര ഭാഗമുണ്ട് അല്ലേ, മാൻറ്റിലിന് എത്ര ഭാഗമുണ്ട്, കോറിന് എത്ര ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ പാറ എങ്ങനെയാണ്, ലിക്വിഡ് ആണോ, സെമി ലിക്വിഡ് ആണോ, അതോ ഇനിയിപ്പം സോളിഡ് ആയിട്ടാണോ അല്ലേ. ദെൻ സോളിഡ് ആണെങ്കിൽ എന്തുകൊണ്ട് അല്ലേ, നമ്മൾ ക്രസ്റ്റിൽ പഠിച്ചിട്ടുണ്ടല്ലേ, സിയാലും ഉണ്ട് സൈമയും ഉണ്ട് അല്ലേ. നമ്മൾ ക്രസ്റ്റിൽ പഠിച്ച രണ്ട് കാര്യമാണ് എന്താണ്? സിയാലും സൈമ, സിലിക്കൺ പ്ലസ് അലുമിനിയം അല്ലേ, സിലിക്കൺ പ്ലസ് അലുമിനിയം. എന്ത് ക്രസ്റ്റ്? കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. അതുപോലെ തന്നെ സൈമ, സിലിക്കൺ പ്ലസ് മഗ്നീഷ്യം, എന്താണ്? ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലേ. അങ്ങനെയുള്ള അത് പഠിച്ചിട്ട് വരണം കേട്ടോ. അത് പിന്നെ അതുപോലെ തന്നെ ഈ ക്രസ്റ്റിനെയും മാൻറ്റിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി അല്ലേ, ഡിസ്കണ്ടിന്യൂയിറ്റീസ് അല്ലേ, മൊഹോ ഡിസ്കണ്ടിന്യൂയിറ്റി. അതുപോലെ തന്നെ മാൻറ്റിലിനെയും കോറിനെയും ഏതാണ്? ഗുട്ടൻസ്ബർഗ് അല്ലേ. അതും ഒരു പ്രീവിയസ് ഒരു ചോദ്യമാണ് കേട്ടോ. അത് മുൻവർഷം ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ആ ബൗണ്ടറി, ആ അതിർത്തികളെ വിളിക്കുന്ന പേരെന്താണ്? അപ്പോൾ അത് ആ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ചെയ്യുക?
പഠിച്ചിട്ട് വരിക. അപ്പോൾ ഇത്രയുമാണ് എർത്തിൻ്റെ സ്ട്രക്ചറിൽ നിന്നും പഠിക്കേണ്ടത് കേട്ടോ. ലെയറുകൾ ഫസ്റ്റ് മാൻറ്റിൽ കോറ് എന്താണെന്ന് പഠിച്ച് അവിടെയൊക്കെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് കാര്യങ്ങൾ നോക്കിയിട്ട് വരണം. ദെൻ എർത്തിൻ്റെ താഴോട്ട് നമ്മൾ കണ്ടു. ഇനി എർത്തിൻ്റെ മുകളാണ് രണ്ടാമത്തെ നമ്മുടെ ചാപ്റ്റർ. ടോപ്പിക് ഏതാ? അറ്റ്മോസ്ഫിയറിക് ലെയർ അല്ലേ. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആരാണ്? അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് അല്ലേ, മുകളിലോട്ട് അല്ലേ. ട്രോപ്പോ, സ്ട്രാറ്റോ, മെസ്സോ, തെർമോ, എക്സോ. ഓരോ ലെയറിനെ പറ്റിയും അതിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഏത്? അറ്റ്മോസ്ഫിയറിക് ലെയർ എന്ന് പറയുന്ന ചാപ്റ്റർ. കാരണം ഓരോ ലെയറിൽ എന്തൊക്കെ കാണപ്പെടുന്നു അതാണ് നമ്മുടെ ചോദ്യം. ഇപ്പം ട്രോപ്പോസ്ഫിയർ നമ്മുടെ ഫസ്റ്റ് ലെയർ ആണ് അല്ലേ, നമ്മൾ ജീവിക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ അവിടെ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? ക്ലൗഡ്സ്, നമ്മുടെ മേഘങ്ങൾ കാണപ്പെടുന്ന ലെയർ അല്ലേ. ഏത് ലെയറാണ്? ഫസ്റ്റ് ലെയറാണ്, ട്രോപ്പോസ്ഫിയറാണ്. അപ്പോൾ ക്ലൈമറ്റിക്കൽ ചേഞ്ച് കിടക്കുന്ന ലെയർ ചോദിച്ചാൽ ഈ മേഘം കാരണമാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്തുണ്ടാവുന്നത്? വ്യതിയാനം സംഭവിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റിക്കൽ ചേഞ്ച് കിടക്കുന്ന ലെയർ ട്രോപ്പോസ്ഫിയർ. നെക്സ്റ്റ് രണ്ടാമത്തെ സ്ട്രാറ്റോ, എന്ത് കാണാം? സ്ട്രാറ്റോ, ഓസോൺ. ആ ചോദ്യം, ഓസോൺ ലെയർ കാണപ്പെടുന്ന ഭാഗം സ്ട്രാറ്റോസ്ഫിയർ. ദെൻ സ്ട്രാറ്റോസ്ഫിയറിൽ എന്തൊക്കെയാണ് ഓസോണിൻ്റെ ഇമ്പോർട്ടൻസ്? ഓസോണിനെ പറ്റി നല്ലപോലെ പഠിക്കുക. സ്ഥിരമായ എക്സാമിന് ഓസോണിനെ പറ്റി ചോദിക്കാറുണ്ട്. ഓസോണിൻ്റെ ഫംഗ്ഷൻ, ഓസോൺ ഡിപ്ലീഷന് കാരണം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരമായി എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ മൂന്നാമത്തെ മെസോസ്ഫിയർ അല്ലേ. മെസ്സോ എന്ന് പറയുമ്പോൾ ME, അതിൽ തന്നെ ആൻസർ ഉണ്ട്. മീറ്ററോഡ്സ് കത്തുന്ന, ഉൽക്കകൾ കത്താൻ തുടങ്ങുന്ന ലെയർ മീറ്ററോഡ്സ്, മെസോസ്ഫിയർ. മീറ്ററോഡ്സ് ബാഡ് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ, കത്തുന്നതെന്ന് ചോദിച്ചാൽ മീറ്ററോഡ്സ്, ME, മെസോസ്ഫിയർ അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഓരോ ലെയറിൽ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ പഠിക്കേണ്ടത്. ആ ലെയറുകളിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കാണാൻ സാധിക്കുന്നത് അതാണ് കൃത്യമായി എന്തിൽ പഠിക്കേണ്ടത്? അറ്റ്മോസ്ഫിയറിക് ലെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഓരോ ലെയറിൽ എന്ത് കാണാൻ പറ്റും അത് കൃത്യമായി ഞാൻ ആ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും. ഓക്കെ. ദെൻ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ ടൈപ്സ് ഓഫ് റോക്കാണ്. ടൈപ്സ് ഓഫ് റോക്സ് അല്ലേ. 3 ടൈപ്സ്, 3 ടൈപ്പ് റോക്കുകൾ അല്ലേ. ഏതൊക്കെ? ഇഗ്നിയസ്, സെഡിമെൻ്ററി, മെറ്റാമോർഫിക് അല്ലേ. 3 ടൈപ്പ് റോക്കുകൾ. ഇവിടെ പഠിക്കേണ്ട കാര്യം ഈ 3 ടൈപ്പ് റോക്ക്. ഇഗ്നിയസ് എങ്ങനെ ഉണ്ടാവുന്നു, സെഡിമെൻ്ററി എങ്ങനെ ഉണ്ടാവുന്നു, മെറ്റാമോർഫിക് എങ്ങനെ ഉണ്ടാവുന്നു അല്ലേ. ദെൻ എക്സാമ്പിൾസ്. കറക്റ്റായി പഠിക്കേണ്ട സാധനം എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഒരു പാറ തന്നെ, അപ്പോൾ ലൈംസ്റ്റോൺ ഏത് ടൈപ്പ് ഓഫ് റോക്കിന് ഉദാഹരണമാണ്? ലൈംസ്റ്റോൺ ഒരു സെഡിമെൻ്ററി റോക്കാണ് അല്ലേ. എന്നാൽ മാർബിൾ ആണെങ്കിലോ, മാർബിൾ ഒരു എന്ത് റോക്കാ? ഒരു മെറ്റാമോർഫിക് റോക്കാ. എന്നാൽ നമ്മുടെ ബസാൾട്ട് ആണെങ്കിലോ, ബസാൾട്ട് ഒരു ഇഗ്നിയസ്. എന്ന് പറയുമ്പോൾ ഈ 3 ടൈപ്പ് റോക്കിൻ്റെയും എന്ത് കൃത്യമായി പഠിച്ചിരിക്കാൻ നോക്കുക? എക്സാമ്പിൾസ് അല്ലെ, ഉദാഹരണങ്ങൾ അല്ലെ. ആരാണ് ഇഗ്നിയസിന് എക്സാമ്പിൾ, ആരാണ് സെഡിമെൻ്ററിക്ക് എക്സാമ്പിൾ, ആരാണ് മെറ്റാമോർഫിക് റോക്കുകൾക്ക് ഉദാഹരണം. സോ റോക്കുകൾ അങ്ങനെ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. 3 ടൈപ്പ് റോക്ക്, ആ റോക്കിൻ്റെ ഉദാഹരണങ്ങൾ എന്താണെന്ന് കൃത്യമായി സഹിതം പഠിക്കുക. ഓക്കെ. ദെൻ നാലാമത്തെ ചാപ്റ്റർ അത് നമ്മുടെ നമ്മളിപ്പോൾ ഇത്രയും കണ്ടത് വേൾഡ് ജോഗ്രഫിയാണ് അല്ലേ. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ ചെയ്ത പാർട്ട് എന്ന് പറയുമ്പോൾ ബേസിക് ഫാക്റ്റ് ഓഫ് ഇന്ത്യ ആണല്ലേ. ഇന്ത്യയുടെ ബേസിക് ഫാക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ കോസ്റ്റൽ, നമ്മുടെ ലാൻഡ് ബൗണ്ടറി, എത്ര രാജ്യങ്ങളുമായിട്ട് നമ്മൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു, ബൗണ്ടറികളുടെ പേര് അല്ലേ, റാഡ്ക്ലിഫും മക്മോഹനും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയുടെ ബേസിക് കാര്യങ്ങളെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്ത്യയുടെ ബേസിക് കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു വീഡിയോയിൽ? ഈ പറയുന്ന ബേസിക് ഫാക്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ ഫിസിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത്രയും ടോപ്പിക്കാണ് ജോഗ്രഫിയിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എർത്തിൻ്റെ സ്ട്രക്ചർ കൃത്യമായി പഠിക്കുക. ക്രസ്റ്റ് എന്ത്, മാൻഡിൽ എന്ത്, കോർ എന്ത്, അവിടെ എന്തൊക്കെ നടക്കുന്നു അല്ലെങ്കിൽ എന്താണ് കാണുന്നത്, എന്തൊക്കെ അവിടുത്തെ സ്ഥലങ്ങളുടെ പേര് ഒക്കെ കൃത്യമായി പഠിക്കുക. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ലെയർ അല്ലേ, മുകളിലോട്ടുള്ള ഭാഗം കറക്റ്റായിട്ട് എന്തൊക്കെ കാണാൻ സാധിക്കുന്നു. അതുപോലെ റോക്സും എക്സാമ്പിൾസും പഠിച്ചിട്ട് വരിക. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ബേസിക് ഫാക്റ്റുകളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അതും നോക്കിയിട്ട് വരിക. ഇത്രയുമാണ് നമ്മുടെ അടുത്ത, അതായത് ഈ വരുന്ന ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹിസ്റ്ററിയിൽ നിന്നും ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിലെ ഭാഗവും ജോഗ്രഫിയിൽ നിന്നും ഇത്രയും ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായ വീഡിയോ കണ്ട് എന്ത് ചെയ്യുക, ആ നോട്ട് തയ്യാറാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.